ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പത്തിരിയും ബീഫ് കറിയും ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ അടുപ്പിൽ വെള്ളവും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം പൊടി ഇട്ടു. പിന്നെ അത് നമ്മൾ ബീഫ് കറി എളുപ്പത്തിൽ എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഉള്ളി, തക്കാളി, പൊട്ടാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി കുക്കറിലിട്ട് എണ്ണയില്ലാതെ വിസിലടുപ്പിക്കുക. ഒരു വിസിൽ വന്നാൽ മതി. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് വാട്ടിയിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് വിസിൽ വരാൻ വെക്കുക. അപ്പോഴേക്കും ഇതാ പത്തിരി വാട്ടിയത് ചൂടറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴക്കണം. ഒരു നേരിയ ചൂടിൽ വേണം അത് കുഴക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ബോൾസ് ആക്കിയിട്ട് 2 കൈയോട്ട് വെച്ചിട്ടും നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതാ അത് നല്ല രീതിയിൽ പരത്തിയെടുക്കുക. ഞാൻ ഉരുളകളാക്കിയത് പ്രസ്സിൽ വെച്ചിട്ട് അമർത്തി പിന്നെ അത് പരത്തിയെടുക്കുക ചെയ്തത്. അങ്ങനെയാകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് പരത്താനൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ അതൊക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം ബീഫ് കറിയിൽ ബാക്കിയുള്ള കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ട് ഇളക്കിയിട്ട് ബീഫ് ഇട്ടുങ്ങാണ്ട് അത് കുക്കറിൽ ഒരൊറ്റ വിസിൽ വന്നാൽ മതി. ഓൾറെഡി ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, എന്നാലേ അത് നല്ല സോഫ്റ്റായിട്ട് ബീഫ് വരുള്ളൂ. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. പിന്നെ നമ്മൾ അപ്പുറത്ത് ഗ്യാസിന്മേൽ ഫാനൊക്കെ വെച്ചിട്ട് പത്തിരി ചൂടാണ്. പത്തിരി പിന്നെ എല്ലാവർക്കും ചുടാനറിയില്ല, പെട്ടെന്ന് കഴിയും. അങ്ങനെ ഒരൊറ്റ ഫ്രൈ പാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരൊറ്റ പാനിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. അതിനെ കുറച്ച് ടൈം എടുത്ത് പെട്ടെന്ന് കഴിയേണ്ടതായിരുന്നു. ചെറിയ പത്തിരി ആകുമ്പോഴേക്കിനെ 2 വെച്ചിട്ട് ചുട്ടു. പത്തിരി ചൂടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇന്ന് പുറത്തുനിന്നാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. വീക്കെൻഡായ മിക്ക ദിവസങ്ങളും നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ചിലപ്പം പുറത്തുനിന്നായിരിക്കും, അല്ലെങ്കിൽ നൈറ്റത്തെ ഫുഡ്. അങ്ങനെ മന്തി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് നഹദിയിലേക്കാണ് പോയത്. നമ്മൾ ആദ്യമായിട്ടാണ് അജ്മാനിലെ നഹദിയിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ വന്ന് ഭയങ്കര ചൂടുണ്ടായിരുന്നു. ഈ സമയത്ത് ഭയങ്കര ചൂടാണിപ്പോൾ. നമുക്ക് പുറത്തൊന്നും ഒരു 2 മിനിറ്റിൽ കൂടുതലൊന്നും പുറത്ത് നിൽക്കാനേ കഴിയില്ല, അത്രയ്ക്കും ചൂടാണ്. നഹദിയുടെ ഉള്ളിൽ കയറിയപ്പോഴാണ് അറിഞ്ഞത് മജ്ലിസൊക്കെ ഫുള്ളാണെന്ന്. നമ്മളെപ്പോൾ മന്തി കഴിക്കാൻ വന്നാലും മജ്ലിസിലാണ് ഇരിക്കാറ്. അവിടെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അവർക്ക് എണീറ്റ് നിൽക്കാനും ഇരിക്കാനൊക്കെ സുഖമാണ്. നമുക്ക് ഫുഡ് അവർക്ക് കൊടുക്കാനും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് മജ്ലിസിലാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറേ ടൈം കഴിഞ്ഞിട്ടാണ് ഫുഡ് നമുക്ക് കിട്ടിയത്. സൂപ്പ് കിട്ടിയാൽ പിന്നെ ആദ്യം ചെക്ക് ചെയ്യുക അതിൽ വല്ല പീസും ഉണ്ടോയെന്നാണ്. ചില സമയത്തൊക്കെ പീസ് കിട്ടും. ഇന്നത്തേൽ ആർക്കും കിട്ടിയില്ല, ഒറ്റ പീസും ഇല്ല. കുറച്ച് വെജിറ്റബിൾസ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പതുക്കെ കുടിച്ച് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പെരി പെരി അൽഫാം മന്തിയും പിന്നെ ബീഫ് മന്തിയാണ് ഓർഡർ ചെയ്തിരുന്നത്. എനിക്ക് ചിക്കനോടാണ് താല്പര്യം, അങ്ങനെ ചിക്കനാണ് എടുത്തത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെ വക നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഒരു മിൻ്റൊക്കെ ഇട്ടുള്ള ഒരു ടീയും പിന്നെ ലുക്കിമേത്തും കിട്ടും. ഇത് പിന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മളെല്ലാവരും അതിന് അഡിക്റ്റാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റായതിന് ശേഷം പിന്നെ പുറത്തേക്ക് പോകാൻ വിചാരിച്ച് കുട്ടികളെയും കൊണ്ടൊരു പാർക്കിൽ പോകാമെന്ന് കരുതി. ചൂടായതുകൊണ്ട് കുറച്ച് പതുക്കെ അങ്ങനെ വണ്ടിയിലൊക്കെ കയറി. ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ ഈ സമയത്താണ് ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടാണ് പോവുക, കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തി കുറച്ച് ടൈമായപ്പോഴാണ് നമ്മളെ വണ്ടി നമുക്ക് പണിയൊന്നും AC വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ AC വർക്ക് ചെയ്യില്ലെങ്കിൽ അതിൻ്റെ നമുക്കൊരു 5 മിനിറ്റ് പോലും അതിലിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ വന്ന് അവിടെ ഒരു 2 മണിക്കൂറോളം നമ്മൾ പോസ്റ്റായി. അതിൻ്റെ ഇടയിൽ പിന്നെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കുടിച്ച് കുറേ വെയിറ്റ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുട്ടീനായിട്ട്. ഒന്നും കുഴപ്പമില്ല. അങ്ങനെ വണ്ടി റെഡിയായി കിട്ടി. നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്നാൽ നാളെ ഓഫീസുള്ളത് കാരണം ലേറ്റാവും വിചാരിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ നെസ്റ്റോറിലേക്കാണ് പോയത്. വീക്കെൻഡ്സിൽ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂട്ടണേ. താങ്ക്